വിടവാങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരമർപ്പിക്കുകയാണ് ലോകം. സാന്താ മാർത്ത വസതിയിലെ ചാപ്പലിൽ നിന്ന് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിച്ചു. ഇവിടെ ശനിയാഴ്ച വരെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും. ഇന്ത്യൻ സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലെ ശവകുടീരത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കുക. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. പി ജെയിംസ്, ഇനിയുള്ള ഈ ശനിയാഴ്ച വരെ ഉള്ള ഈ ദിവസങ്ങളിൽ ഈ ഭൗതിക ശരീരം പൊതുദർശനത്തിന് തന്നെ വെക്കുമോ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ? എന്തൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെ ചടങ്ങുകൾ? വിജയകുമാർ, സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം മിനിറ്റ് മുമ്പ് നമുക്കറിയാവുന്ന പോലെ സാറാ മാർത്ത വളരെ ഔദ്യോഗിക സാധാരണ വത്തിക്കാൻ കൊട്ടാരത്തിൽ താമസിക്കേണ്ടിരുന്ന മാർപ്പാപ്പ സാന്താ മരിയ ഭവനത്തിലാണ് കൊട്ടാരം ഉപേക്ഷിച്ച് താമസിച്ചത്. അവിടെ നിന്ന് ഏതാണ്ട് 30 മണിക്കൂർ എടുത്ത് പ്രദക്ഷിണമായിട്ടാണ് ഭൗതിക ശരീരം. ഒരുപാട് പേര് മാർപ്പാപ്പ വഴി കൊണ്ട് അവിടെ നിന്ന് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മാർപ്പാപ്പമാരുടെ ആസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ അൾത്താരയ്ക്ക് സമീപം പൊതു ദർശനത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇനി ഈ ദിവസങ്ങളിൽ, ഇന്ന് 23, 24, 25, 26 വരെ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുന്നത് വരെ ഈ ചരിത്ര പ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തന്നെയായിരിക്കും മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഉണ്ടാവുക. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പേര് തന്നെ സെന്റ് പീറ്റർ ആണ്. ക്രിസ്തുവിന്റെ ആദ്യ ശിഷ്യൻ എന്ന നിലയിൽ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് അറിയപ്പെടുന്നത് സെന്റ് പീറ്ററിന്റെ, പത്രോസിന്റെ പേരിലാണ് ഈ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ് ബസലിക്കയും അതിന്റെ അടുത്തുള്ള സ്ക്വയറും അവിടെ മട്ടുപ്പാവിൽ നിന്നാണ് മാർപ്പാപ്പമാർ സാധാരണ ജനങ്ങളെ ആശീർവദിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഐതിഹാസികമാണ്. പുതിയൊരു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്താലും മാർപ്പാപ്പ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഈ ബാൽക്കണിക്ക് മുകളിലാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ്. റോമിന്റെ ക്ഷയവും അതുപോലെ തന്നെ അതിന്റെ പ്രഭാവവും എല്ലാം കണ്ട ഒരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ ഒരുപക്ഷെ 2013 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിലെ കത്തോലിക്ക വിശ്വാസികളെയും അല്ലാത്തവരെയും വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ലാത്ത ദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ. അവിടെ കെവിൻ ഫാരൽ എന്ന കാർമലംഗോ ആണ് ഇപ്പോ മാർപ്പാപ്പയുടെ സ്ഥാനത്ത്. കാരണം മാർപ്പാപ്പ ഇല്ലാത്തപ്പോൾ അധികാരം ഏൽക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നത്. ഇനി സംസ്കാര ശുശ്രൂഷകൾ 26 ആരംഭിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തലവന്മാർ വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളുടെ തലവന്മാർ, ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം, മറ്റേ യുക്രൈൻ, യുദ്ധം നടക്കുന്ന ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, പുടിൻ വരുന്നില്ല, പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പക്ഷെ അങ്ങനെ അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ 100-ലേറെ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഉള്ള ഒരു റിപ്പോർട്ടുകൾ ഉള്ളത്. അപ്പൊ ആ തരത്തിൽ വലിയ രീതിയിൽ അർജന്റീനയിൽ നിന്ന് വലിയ രീതിയിൽ ജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. അപ്പോ ആ തരത്തിൽ വത്തിക്കാൻ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുകയാണ്. പൊതുദർശനം ആരംഭിച്ചപ്പോൾ തന്നെ ഒരുപാട് മാധ്യമങ്ങൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇതിന്റെ വാർത്തകളും ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. വിജയകുമാർ. യെസ്, സാന്താ മാർത്ത വസതിയിലെ ചാപ്പലിൽ നിന്ന് ഭൗതിക ശരീരം വിലാപയാത്രയായി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിച്ചു. ഇവിടെ ശനിയാഴ്ച വരെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും. ഇന്ത്യൻ സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലെ ശവകുടീരത്തിൽ ഏതാണ്ട് 1:30 ശേഷം, ഇന്ത്യൻ സമയം 1:30 ശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.